ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോമ്പിൻ്റെ ഒന്നാം ദിവസമായ ഇന്ന് ദൈവിക ചിന്തയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെ. അതിൻ്റെ ചിന്താവിഷയം എന്ന് പറയുന്നത് മേൽത്തര സന്തോഷത്തിലേക്കുള്ള ഒരു ധന്യയാത്ര. ഈ ചിന്തയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വലിയ നോമ്പിൻ്റെ പ്രാരംഭ ഞായറാഴ്ച വായിച്ചു ധ്യാനിക്കുന്നതിനു കാനായിലെ കല്യാണ വിരുന്നിൽ യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി പരിവർത്തിക്കുന്നത് നമുക്ക് അനുഭവമാകണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ചിന്താ പരിസരത്തിലേക്ക് നാം പ്രവേശിക്കേണ്ടതുണ്ട്. സമവീക്ഷണ സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ആഖ്യാന രീതിയും വിഷയക്രമീകരണവും നാം മനസ്സിലാക്കുന്നു. യോഹന്നാൻ ഈ സുവിശേഷ രചനയിലൂടെ അഭിസംബോധന ചെയ്ത അനുവാചകർ വ്യത്യസ്തരായിരുന്നു. യഹൂദർ മാത്രമല്ല, സുവിശേഷം വ്യാപിച്ചു ചെന്ന യവന മേഖലകളിൽ ഉള്ളവർക്കും കൂടെ സ്വീകാര്യമാകുന്ന വിധത്തിൽ യേശുവിന്റെ വചനം പ്രശസ്തമാക്കാൻ യോഹന്നാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതീകങ്ങൾ ഈ സുവിശേഷത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. 4-ാം സുവിശേഷത്തിൽ യോഹന്നാൻ ഉപയോഗിച്ച ശക്തമായ പ്രതീകങ്ങളിലൊന്നാണ് വെള്ളം. പച്ചവെള്ളവും വീഞ്ഞും 2 ധ്രുവങ്ങൾ നിൽക്കുന്ന പ്രതീകങ്ങളാണ്. വീഞ്ഞായിരുന്നു സന്തോഷങ്ങളുടെ പ്രതീകം. രുചിയും നിറവുമില്ലാത്ത വെള്ളമാകട്ടെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവനില്ലാത്തതും നിഷ്ക്രിയവും. പക്ഷേ വെള്ളം ജീവന്റെ പ്രതീകവും നിത്യജീവന്റെ അടയാളവുമായി യോഹന്നാൻ അവതരിപ്പിക്കുന്നു. സമൃദ്ധമായ സന്തോഷത്തിന്റെ ഉറവിടവും തുടർച്ചയും യേശു സൂക്ഷിച്ചു നോക്കുന്ന പച്ചവെള്ളം തന്നെയാണ്. കാനാവിൽ മേൽത്തര സന്തോഷം ഉണ്ടായതുപോലെ നമ്മിൽ മേൽത്തരമായ സന്തോഷം ഉണ്ടാകുവാൻ കാനാ സംഭവങ്ങളുടെ പ്രവർത്തന ശൈലി നമ്മിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതിൽ ഒന്നാമതായി കാർമണ്യ സന്യാസത്തിന്റെ മാതൃകയാണ് യേശു. യോർദാൻ കരയിൽ മാനസാന്തരത്തിന്റെ സന്ദേശം പ്രസ്താവിക്കുകയും സ്നാനം കഴിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന താപസനായിരുന്നു യോഹന്നാൻ സ്നാപകൻ. വെട്ടുക്കിളിയും കാട്ടുതേനും ഉപജീവിച്ച് അരയിൽ തോൽവാറും ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും ധരിച്ച യോഹന്നാൻ പ്രവാചക പാരമ്പര്യത്തിലും ഭാവത്തിലുമാണ് പ്രത്യക്ഷപ്പെട്ടത്. മരുഭൂമിയിൽ പാർത്ത യോഹന്നാൻ സാമൂഹിക ജീവിതത്തിന്റെ ദുഷിപ്പുകളെ ശക്തമായി വിമർശിച്ചിരുന്നു. തിന്നുകയും കുടിക്കുകയും ചെയ്യാത്തവനായി വന്ന യോഹന്നാൻ ഏലിയാവിന്റെ പ്രവാചക ഭാവങ്ങളാണ് പ്രകടമാക്കിയത്. എന്നാൽ സാമൂഹിക ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നവനായിരുന്നില്ല യേശു. മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും കൊണ്ട് വന്നു. ദൈവരാജ്യ പ്രഘോഷകനും അറിയിപ്പുകാരനുമായിരുന്ന യോഹന്നാൻ സ്നാപകനും ദൈവരാജ്യം ദേഹരൂപത്തിൽ വന്ന യേശുവും ചര്യയിൽ വ്യത്യസ്തരായിരുന്നു. മനുഷ്യരുടെ സുഖദുഃഖങ്ങളിൽ അവരിൽ ഒരുവനായി പങ്കുചേർന്ന യേശു അങ്ങനെയാണോ സാഹചര്യങ്ങൾക്ക് രൂപാന്തരം വരുത്തിയത്. കാനാവിലെ കല്യാണം സന്തോഷകരമായ ഒരു മനുഷ്യ അനുഭവമായിരുന്നു. ആ അനുഭവത്തിലേക്കാണ് യേശുവിനെയും ശിഷ്യന്മാരെയും ക്ഷണിച്ചിരുന്നത്. അതിൽ ഉൾച്ചേരുന്ന കർത്താവിന്റെ സന്യാസം കാർമണ്യ സന്യാസമായിരുന്നു. നോമ്പിന്റെ വെല്ലുവിളി ഒഴിഞ്ഞിരിക്കുന്നതിൻ്റെതല്ല, ഉൾച്ചേരുന്നതിൻ്റെതാണ്. അപ്രതീക്ഷിത പ്രതിസന്ധിയാണ് കല്യാണ വീട്ടിൽ ഉണ്ടായത്. വിവാഹ ആനന്ദത്തിന്റെ പ്രതീകമായ വീഞ്ഞ് തീർന്നുപോയി. എന്തുകൊണ്ടാണ് വീഞ്ഞ് തീർന്നു പോയതെന്ന് അറിഞ്ഞുകൂടാ. കണക്ക് കൂട്ടലുകൾ പിഴച്ചതുകൊണ്ടോ ധാരാളിത്തം കൊണ്ടോ ആവാം. ഭൗതിക സന്തോഷങ്ങളുടെ ഉറവകൾ വറ്റിപ്പോകാമെന്നുള്ള സാധ്യതയാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. സന്തോഷങ്ങൾക്ക് ജീവൻ പകരാൻ യേശുവിന്റെ സാന്നിധ്യം അനിവാര്യമെന്ന് ഈ വചനഭാഗം നമ്മെ ഓർപ്പിക്കുന്നു. മനുഷ്യ സന്തോഷങ്ങളുടെ നിരാകരണമല്ല, അവയുടെ ഉദാത്തകരണമാണ് നോമ്പിന്റെ സാരാംശം. യേശു ഉൾപ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിന്റെ രസതന്ത്രം അതിൽ ഉൾച്ചേരുന്നവർക്ക് മാത്രം മനസ്സിലാകുന്ന രഹസ്യാത്മകതയാണ്. വെള്ളം കോരിയ ശുശ്രൂഷകന്മാർക്ക് മാത്രം മനസ്സിലാകുന്ന ഒന്നാണ് ജീവിത സന്തോഷത്തിന്റെ പ്രഭവസ്ഥാനം. മനുഷ്യ സന്തോഷങ്ങൾ വർദ്ധിച്ചു വരുന്നതിനെ യേശുവിനെയും ശിഷ്യരെയും അതിലേക്ക് ക്ഷണിക്കാൻ ഈ ദാനം നമ്മെ പ്രേരിപ്പിക്കട്ടെ. രണ്ടാമതായി അമ്മ, വേലക്കാർ, ഇവരുടെ മധ്യസ്ഥതയും അനുസരണവും. കല്യാണ വീട്ടിലെ പ്രതിസന്ധി മനസ്സിലാക്കിയ കന്യകമറിയം തന്റെ പുത്രനായ യേശുവിനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് വന്ന് അറിയിക്കുകയാണ്. സഭയുടെ വിശുദ്ധരിൽ അഗ്രജയായ പരിശുദ്ധ മാതാവ് തന്റെ പുത്രനായ യേശുവിനോട് നടത്തുന്ന വർത്തമാനവും അതിനുള്ള യേശുവിന്റെ മറുപടിയും ശ്രദ്ധേയമാണ്. എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് യേശു പറഞ്ഞു. യേശുവിനോട് വസ്തുത അറിയിക്കുകയല്ലാതെ പരിഹാരം ഒന്നും അമ്മ നിർദ്ദേശിക്കുന്നില്ല. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യുവിൻ എന്നാണ് അമ്മ വേലക്കാരോട് കൽപ്പിച്ചത്. പുത്രന്റെ പരിജ്ഞാനത്തിനും പ്രായോഗികതയ്ക്കും തനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിൽ അപ്പുറമുള്ള ഒരു ആഴമുണ്ട്. അത് നിർദ്ദേശിച്ചു കൊടുക്കാൻ തനിക്കാവില്ല. ദൈവഹിതത്തിന്റെ പൂർണ്ണതയിലേക്കും ശിഷ്യത്വത്തിന്റെ പക്വതയിലേക്കുമുള്ള അമ്മയുടെ യാത്ര വിശ്വാസികൾ അനുകരിക്കേണ്ട പ്രയാണമാണ്. യേശുവിന്റെ നാഴിക ക്രൂശീകരണത്തിന്റെയും മഹത്വീകരണത്തിന്റെയും നാഴികയാണ്. ആ മഹത്വീകരണത്തിന്റെ പൂർണ്ണതയിലേക്കുള്ള യാത്ര ആരംഭിക്കുക മാത്രമാണ് ഇവിടെ. അടയാളങ്ങളുടെ മഹത്വം വെളിപ്പെടുത്തി ക്രൂശീകരണത്തിലേക്ക് യേശു യാത്ര ചെയ്യുകയാണ്. കന്യക മറിയാമിന്റെ മധ്യസ്ഥ പ്രാർത്ഥനാ സമീപം വിശ്വാസിയുടെ സമീപനം ആക്കി തീർക്കുവാനുള്ള പ്രചോദനം നോമ്പുകാലം നൽകേണ്ടതുണ്ട്.
ഉൾച്ചേരുന്ന സമൂഹത്തിന്റെ വിഹോലതകൾ ദൈവസന്നിധിയിൽ അറിയിക്കുവാനും ദൈവഹിതത്തിന് വേണ്ടി കാത്തിരിക്കുവാനും ഈ വചനഭാഗം ഓർമ്മിപ്പിക്കുന്നു. യഹൂദരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ചുള്ള ആചാരമായ കഴുകൽക്കു വേണ്ടി വെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടി വെച്ചിട്ടുള്ളതായിരുന്നു ആ വലിയ കൽപാത്രങ്ങൾ. അവയിൽ വെള്ളം കോരി നിറയ്ക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ വേലക്കാർ വക്കോളവും നിറച്ചു. എന്തിനാണ് വെള്ളം കോരി നിറയ്ക്കുന്നത് എന്ന് ശുശ്രൂഷക്കാരന്മാർക്ക് അജ്ഞാതമായിരുന്നുവെങ്കിലും അവർ വക്കോളവും നിറച്ചു എന്നത് അവരുടെ അനുസരണത്തിന്റെ പൂർണ്ണത കാട്ടിത്തരുന്ന വാക്കുകളാണ്. ദൈവിക മർമ്മങ്ങളെ മനസ്സിലാക്കുന്നതിൽ വ്യത്യസ്തമായ നിലവാരങ്ങൾ നിൽക്കുന്നവർ അവരവരുടെ നിലവാരങ്ങൾ ദൈവരജ ശുശ്രൂഷയിൽ വ്യാപൃതരാവുകയാണ് ആവശ്യം. അപ്പോൾ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം വിലയേറിയതാണ്. യഹൂദ ന്യായപ്രമാണ ആചാരങ്ങൾ അനുസരിച്ചുള്ള ശുദ്ധീകരണത്തിന്റെ അപര്യാപ്തത ഈ വേദഭാഗം സൂചിപ്പിക്കുന്നു. ന്യായപ്രമാണ ശുദ്ധീകരണ നിയമങ്ങളുടെ പ്രതീകമായ കൽപാത്രങ്ങൾക്കോ അവയിൽ കോരിവെച്ച വെള്ളത്തിനോ അതുപയോഗിച്ച് കൈകാലുകൾ കഴുകുന്നവർക്കോ ആനന്ദം പൂർണ്ണമാകുന്നില്ല. യേശുവിന്റെ നോട്ടവും ദർശനവുമാണ് ശുദ്ധീകരണ നിയമങ്ങൾ ആനന്ദകരമാക്കുന്നത്. പ്രതിസന്ധികളുടെ വേളകളിൽ ദൈവസന്നിധിയിൽ അവ ഉണർത്തിക്കാനും അവരവരുടെ ഉൾച്ചേരൽ പൂർത്തിയാക്കാനുമുള്ള നാളുകളാണ് നോമ്പുകളുടെ നാളുകൾ. മൂന്നാമതായി, മേൽത്തരമായ വീഞ്ഞ് സന്തോഷം വർദ്ധിപ്പിക്കുന്നു. യേശുവിന്റെ സ്പർശനമുള്ള പച്ചവെള്ളം മേൽത്തരമായ വീഞ്ഞായി തീർന്നു, അഥവാ അനുവാചകർക്ക് അത് മേൽത്തരം വീഞ്ഞായി അനുഭവപ്പെട്ടു. വിരുന്നുമായി ആ വീഞ്ഞിന്റെ ഗുണത്തെപ്പറ്റി സാക്ഷ്യപത്രം നൽകി. അത് എവിടെ നിന്ന് വന്നുവെന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ മറ്റാരും അറിഞ്ഞില്ല. വെള്ളം കോരിയവർ അതിൽ ഉൾച്ചേർന്നവരാണ്. ദൈവമഹത്വത്തിന്റെ മർമ്മം അതിൽ ഉൾച്ചേരുന്നവർ മാത്രം അനുഭവമാക്കുന്നവയാണ്. രുചിച്ചിട്ടല്ലാതെ ദൈവം നല്ലവനെന്ന് അറിയുവാൻ ആർക്കും കഴിയുകയില്ലല്ലോ. യേശു നൽകുന്ന വീഞ്ഞ് കലഹപ്രിയന്റെയും കൊലപാതകത്തിന്റെയും വീഞ്ഞല്ല. വീഞ്ഞിന്റെ മതോന്മതയിൽ സ്ത്രീ സൗന്ദര്യത്തെ അവഹേളിക്കുകയും പ്രവാചക ശബ്ദത്തെ കൊല്ലുകയും ചെയ്യുന്ന ലഹരിയുമല്ല. യേശു നൽകുന്നത് വീഞ്ഞും മദ്യവും നാശകരമായി തീരുന്ന പരാമർശങ്ങൾ തിരുവചനത്തിൽ ധാരാളമുണ്ട്. വീഞ്ഞു കുടിച്ചു ലഹരി പിടിച്ചു പുത്രന് ശാപം വരുത്തുന്ന നോഹ, മദ്യലഹരിയിൽ സ്വന്തം പെൺമക്കളെ തിരിച്ചറിയാൻ കഴിയാതെ അധമ ജനതകൾക്ക് ജന്മം നൽകുന്ന ലോത്ത്, ലഹരിയുടെ ആധിക്യത്താൽ ചേതന നഷ്ടപ്പെട്ടു മരണത്തെ പുൽകുന്ന നാബാൽ, അഹങ്കാരത്താൽ ദേവാലയത്തിലെ വിശുദ്ധ പാത്രങ്ങളിൽ ലഹരി പതയിച്ചു ന്യായവിധി ഏറ്റുവാങ്ങിയ ബേൽഷസർ രാജാവ്. അങ്ങനെ ആ കഥാപാത്രങ്ങൾ നീളുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലാകട്ടെ ഇപ്രകാരമുള്ള മതോന്മതകൾക്ക് എതിരെയുള്ള ശബ്ദമാണ് മുഴങ്ങുന്നത്. ഏലിയാവിന്റെ ആത്മാവോടുകൂടെ നടക്കുന്ന യോഹന്നാൻ സ്നാപകൻ വീഞ്ഞും മദ്യവും കുടിക്കാത്തവനാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ വെള്ളത്തിന് നൽകിയിരിക്കുന്ന പ്രതീകാത്മക പ്രാധാന്യം വലുതാണ്. വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നവനാണ് യോഹന്നാൻ സ്നാപകൻ. വചനവും ആത്മാവും ജീവനുള്ള വെള്ളമായി ചിത്രീകരിച്ചിരിക്കുന്നു. ശമരിയക്കാരി സ്ത്രീ സ്വീകരിച്ചത് ഈ ജീവനുള്ള വെള്ളമാണ്. ഉത്സവത്തിന്റെ മഹാദിവസമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്ന് ആഹ്വാനം ചെയ്തത് ദാഹിക്കുന്നവൻ തന്റെ അടുക്കൽ വന്ന് കുടിക്കുന്നതിനും അവരിൽ നിന്ന് ജീവജല നദികൾ പ്രവഹിപ്പിക്കുന്നതിനുമാണ്. യേശു നൽകുന്ന ഈ ജീവജലമാണോ നിലനിൽക്കുന്ന ആനന്ദം നൽകുന്നത്? അതാണോ മേൽത്തരമായ വീഞ്ഞ്? നശിപ്പിക്കുന്നതല്ല, ജീവൻ പകരുന്നതും വളർത്തുന്നതുമാണ് ഈ പുതുവീഞ്ഞ്. കാനാവിലെ കല്യാണത്തിന് യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയെന്നുള്ള വിവരണം മദ്യപാനത്തിനും ലഹരിക്കുമുള്ള ലൈസൻസ് അല്ല. സുവിശേഷത്തിന്റെ ദാർശനിക പശ്ചാത്തലത്തിൽ അതിന്റെ അർത്ഥവും വെല്ലുവിളിയും സ്വീകരിക്കുകയാണ് ആവശ്യം. ലഭ്യമായ വിഭവങ്ങളെ ദൈവബന്ധത്തിൽ ഉപയോഗിക്കുവാനും കൽപാത്രങ്ങളിൽ ഇരിക്കുന്ന ഇടം കലവറയാക്കി മാറ്റാനുമുള്ള പ്രചോദനമാണ് ഈ സംഭവം നമുക്ക് നൽകിത്തരുന്നത്. കൽപാത്രങ്ങൾ ജഡിക ശുദ്ധി വരുത്തുന്നതിനുള്ള മുഖാന്തിരവും ഇടവുമായിരുന്നു. അതിന്റെ അപര്യാപ്തത വ്യക്തമാക്കപ്പെടുകയാണ്. 6 കൽപാത്രങ്ങൾ അവയിൽ തന്നെ ഭാഗിക നന്മകൾ മാത്രം വരുത്തുന്നവയാണ്. യേശുവിന്റെ സാന്നിധ്യത്തിൽ അവ തികഞ്ഞ സന്തോഷ മുഖാന്തരങ്ങൾ ആയിത്തീരുന്നു. ന്യായപ്രമാണത്തിന്റെ ശുദ്ധീകരണ നിയമങ്ങൾ ആന്തരിക ശുദ്ധീകരണത്തിന്റെയും തന്മൂലം ഉണ്ടാകുന്ന നിർവ്യാജ സന്തോഷങ്ങളുടെയും മേൽത്തര വീഞ്ഞായിത്തീരുന്ന സന്ദർഭങ്ങളാണ് സത്യ അനുതാപത്തിന്റെയും രൂപീകരണത്തിന്റെയും നോമ്പ് നാളുകൾ. അത് ഉൾച്ചേരുന്നതിലൂടെ ദൈവിക മർമ്മങ്ങൾ അറിയുന്ന സന്ദർഭങ്ങളാണ്. ദൈവമായ കർത്താവെ, നിഷ്ക്രിയതകളിൽ നിന്നു സൽക്രിയകളിലേക്ക് യാത്ര ചെയ്യുന്ന നോമ്പ് നാളുകൾ ഞങ്ങൾക്ക് നൽകണമേ. മേൽത്തര സന്തോഷത്തിന്റെ ശുദ്ധ വീഞ്ഞ് വിളമ്പാനും അനുഭവിപ്പാനും ഞങ്ങൾക്ക് തുണ നൽകണമേ. ആമേൻ.